ലാസ്റ്റ് ഞാൻ പുട്ട് കുറ്റിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയായി, ഭഗവാനെ ആവി വരണേ ആവി വരണേ. ഇപ്പം എപ്പോൾ പുട്ട് വെച്ചാലും എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. നമ്മൾ കുറച്ചേറെ ഇന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് വർക്കിംഗ് ദിവസങ്ങളിൽ സൈഷേട്ടിന് മോനും ചോറ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നല്ലോണം ഉറങ്ങണമെന്ന് വെച്ചാണ്. പക്ഷേ സൈഷേട്ടൻ വന്ന് ഉണർത്തി രാവിലെ ചിക്കനൊക്കെ എടുക്കാൻ പോയിരിക്കും. ചിക്കനല്ല, ഇന്ന് ബീഫാണെന്ന് തോന്നുന്നു എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. എങ്ങനെ പോയൊരു 10 മണി വരെ കിടന്നുറങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ ചായ ഇടണം. ചായ ഇട്ടിട്ട് കാപ്പിന്ന് പുട്ടുമാവ് മേടിച്ചുകൊണ്ട് വരും. പുട്ടാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. ടൈം ഏകദേശം 6:15 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. അടുക്കളയാണ്, ലൈറ്റ് ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ചായ വയ്ക്കാം. ചായ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി സൈഷേട്ടിന് കടയ്ക്ക് നിന്ന് വന്ന് നമുക്ക് എന്തൊക്കെ മേടിച്ചെന്ന് നോക്കാം. ഇത് ബീഫാണ്. ബീഫ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ പാത്രത്തിൽ. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് മാതളം. പിന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുപൊടിയുണ്ട്. പിന്നെ പപ്പടം മേടിച്ചു. പിന്നെ മുളകില്ല. പിന്നെ മഞ്ഞപ്പൊടി മേടിച്ചു. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ്, ഉള്ളി, തക്കാളി, ഇഞ്ചി, മല്ലിയില. അങ്ങനെ നമ്മൾ പുട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. ജാമ്പവാൻ്റെ കാലത്ത് പുട്ടോടാണ്. വേറെ ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ മാറ്റാനും തോന്നിയില്ല. അപ്പോൾ ഈ ഒരു കുറ്റിയിൽ ഒരു കുറ്റി പുട്ടൊന്നും നമ്മൾ തിന്നത്തില്ല കേട്ടോ. വലിയ കുറ്റിയാണ്, നല്ല വീതിയൊക്കെ ഉണ്ട്. പുട്ട് വയ്ക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം പുട്ട് വെച്ച് വീട്ടിൽ രാവിലെ. അപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു. പുട്ട് എത്ര തീ അരിച്ചിട്ടും, അടുപ്പ് വിറകടുപ്പായിരുന്നു, എത്ര തീ അരിച്ചിട്ടും ആവി വരുന്നില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു മണിക്കൂറൊക്കെ ഇരുന്നു പുട്ട് വെച്ചിട്ട് മാവിൽ വെള്ളം കൂടിപ്പോയി നനയ്ക്കാൻ നേരത്ത്. നമുക്കറിയത്തില്ല, കുഞ്ഞല്ലേ. ലാസ്റ്റ് ഞാൻ പുട്ട് കുറ്റിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയായി, ഭഗവാനെ ആവി വരണേ ആവി വരണേ. ഇപ്പം എപ്പോൾ പുട്ട് വെച്ചാലും എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. പിന്നെയാണ് പുട്ടുമാവ് കുഴയ്ക്കുന്നതൊക്കെ പഠിച്ചത് വലുതായി വന്നപ്പോൾ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി കേട്ടോ. 2 പുട്ട് മതി. ഇത് തന്നെ അധികമാണ്. ഞാൻ സൈഷേട്ട് പിന്നെ അധികം കുറച്ചേ കഴിക്കുള്ളൂ. നമുക്ക് പപ്പടം പൊളിക്കണം. ഈ തമിഴ്നാട്ടിലെ പപ്പടമൊന്നും കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ കേരളത്തിലെ കണക്കല്ല. ഇടുമ്പോൾ വലിയ പപ്പടം, പക്ഷേ ഒരു കമ്പ് പോലെ, കൊള്ളി പോലെ, പിന്നെ ഒരു ടേസ്റ്റും കാണത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ അടുത്തൊക്കെ പപ്പടക്കടയൊക്കെ ഉണ്ട്, പപ്പടം ഉണ്ടാക്കുന്ന. നല്ല പപ്പടമായിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊള്ളി കയറും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പുട്ടും പപ്പടവും പഴമാണ് കേട്ടോ. ആദ്യം നമ്മൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കും കേട്ടോ. ഫസ്റ്റ് നമ്മുടെ വിറകടുപ്പ് വെളിയിലായിരുന്നു കേട്ടോ. വെളിയിലായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്കും തീരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അകത്തേക്കാക്കി. പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിറയെ കരിയായിരിക്കുകയാണ്. അങ്ങനെ ബീഫ് നമ്മൾ കുക്കറിൽ അടുപ്പത്താക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അരി എന്തായാലും നോക്കാം. നമ്മുടെ അരി തിളച്ച് വെന്തെല്ലാം തോന്നുന്നു. ഇപ്പോൾ തിളച്ചതേ ഉള്ളൂ. അമ്മ വെളിയിൽ നിന്ന് നല്ല മരച്ചീനുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇറച്ചി വേണ്ട സമയം കൊണ്ട് ആബിക്കുട്ടനെ കുളിപ്പിക്കാം. ആബിക്കുട്ടനെ കുളിപ്പിക്കാനുള്ള വെള്ളം ഞാൻ പിടിക്കുവാണ്. ആ ഓച്ചണ്ട അങ്കത്തെ പൈപ്പിൽ നിന്നാണ് പിടിക്കുന്നത് കേട്ടോ. ഓച്ചണ്ട കുളിക്കണ്ടേ. കിഴങ്ങ് ഞാൻ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡലി കുട്ടത്തിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത്. സേഷേട്ടിന് കിഴങ്ങ് ഇഷ്ടമല്ല കേട്ടോ. കിഴങ്ങ് പുഴുങ്ങുന്നത് ഇഷ്ടമല്ല, കറി വയ്ക്കുന്നത് ഇഷ്ടമല്ല. ആൾക്ക് പച്ചയ്ക്ക് വെട്ടി തിന്നാനാണ് ഇഷ്ടം. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെ കിഴങ്ങ് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് പച്ചയ്ക്ക് വെട്ടി തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിശയമായിട്ടുണ്ട്. അതിന് എന്ത് ടേസ്റ്റാണെന്ന് എനിക്കതിന് അറിയത്തില്ല. നമ്മൾ എണ്ണയിൽ പെരിഞ്ജീരകം, കടുക്, ഉള്ളി ഇടുവാണ്. ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബീഫായതുകൊണ്ട് കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട്
റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മല്ലിയിലൂടെ തൂവി കൊടുക്കാം. അപ്പോൾ ബീഫ് റെഡിയായി. ഇനി രസം കൂടെ വെക്കണം. നമുക്ക് എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണ് മെനു. ചിക്കനും ബീഫും മാറി വരുന്നുണ്ടെന്നേ ഉള്ളൂ. കപ്പയും രസവും എല്ലാ ആഴ്ചയും കാണും. അങ്ങനെ നമ്മുടെ രസവും റെഡിയായി. അപ്പോൾ ഇനി ചോറ് കഴിക്കാൻ നേരമായി. 1:30 ആയി കേട്ടോ സമയം. അയൽക്കൂട്ടത്തിന് പോകണം. അയൽക്കൂട്ടം നമ്മുടെ കേരളത്തിലെ അയൽക്കൂട്ടം എന്ന് പറയുന്നത് ഇവിടെ തമിഴ്നാട്ടിൽ കുളു എന്നാണ് പറയുന്നത്. അപ്പോൾ കുളുവിന് പോകണം. സമയമായി. ഞാൻ പെട്ടെന്ന് വെച്ച് ചോറ് കഴിച്ച് കൊടുക്കും. ചോറ് കഴിച്ചു. ഞാൻ ഇനി കുളുവിന് പോവാണ്. കുളുവല്ല, നമ്മുടെ നാട്ടിലെ അയൽക്കൂട്ടത്തിന് പോവുകയാണ്. എല്ലാവരും വന്നെന്ന് തോന്നി. 2 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. ഇപ്പോൾ 2 മണി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അച്ഛനും മോനും TV കാണുവാണ്. കാർട്ടൂൺ കണ്ടിട്ട് ഒരേ ചിരിയാണ് 2 എണ്ണം കിടന്ന്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കപ്പയും ബീഫും കഴിച്ചു. അത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. എല്ലാ സൺഡേയും ഞാനിങ്ങനെ ഇറച്ചിയൊക്കെ, കപ്പ ഉണ്ടെങ്കിൽ ഇറച്ചിയും കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചായടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനി പുറത്തേക്ക് പോവാണ്. ഒരു ബീച്ചിൽ പോവാണ്. ഏത് ബീച്ചാണ്? തേങ്ങാപ്പട്ടണം ബീച്ച്. നമ്മുടെ വീടിനോട് അടുത്തുള്ള ബീച്ച് തന്നെയാണ്. അതുകൊണ്ട് റെഡിയായി നിൽക്കുവാണ് കേട്ടോ. എല്ലാ സൺഡേയും ഞങ്ങൾ അമ്പലത്തിലാണ് പോകുന്നത്. ഈ സൺഡേ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നു. തേങ്ങാപ്പട്ടണം ബീച്ച് എന്നാണ് എൻ്റെ ബീച്ചിൻ്റെ പേര്. കറുത്ത കടലുണ്ടെന്ന് നോക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ കടലയും കുറിച്ച് ഇങ്ങനെ ബീച്ചിലൊക്കെ വന്നിരിക്കുക എന്ത് രസമല്ലേ സൈഷേട്ടാ? സൈഷേട്ടന് ക്യാമറയുടെ അലർജിയാണ് കേട്ടോ. ഭയങ്കര മടിയാ ക്യാമറയുടെ മുന്നിൽ വരാൻ. ഇത് വേവിച്ച കടലാണ് കേട്ടോ. ഞാൻ വറുത്ത കടലാണ് ചോദിച്ചത്. പക്ഷേ വറുത്ത കടല ഇവിടെ ഇല്ല. എനിക്കതായിരുന്നു ഇഷ്ടം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മല്ലിയില, സവാള, ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സൈഷേട്ടൻ കടലയാണ് അറിഞ്ഞത് കേട്ടോ. അങ്ങനെ അബിക്കുട്ടനായിട്ട് പോയി. കടലാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ എന്ത് രസമാണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരികെ പോയാണ്. നേരം ഇപ്പോൾ സമയത്തായി 6:30 കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ബീഫും കൂട്ടി ചോറ് കഴിച്ച് കിടന്നുറങ്ങണം.